എൻ്റെ ബൈക്ക് എടുത്തിട്ട് ചുമ്മാ അങ്ങനെ പോകും. ഞാനിപ്പോൾ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെപ്പയുടെ പടം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയിട്ടൊരു കഥാപാത്രം ഒറിജിനൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി ചായ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പുറത്തു നിന്നിട്ട് ആ ചായ കുടിച്ച് അത് ആസ്വദിക്കുക, ആ ടൈം ഭയങ്കര ഇതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഡിഷൻ ഉണ്ടായിരിക്കും. മുകളിലേക്ക് നമ്മൾ നേരത്തെ പോയി കറക്റ്റ് നമ്മൾ കടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 5-8 വണ്ടി കൊണ്ട് കടത്തിവിടും. അപ്പോഴേക്കും ബ്ലോക്ക് ചെയ്തു. എന്ത് യാത്ര തുടക്കം കുറിക്കുന്നത് പുലർച്ചയായിരിക്കും ഞാൻ പോകാൻ ആഗ്രഹിക്കും. എത്തി പോയി തമിഴ്നാട്ടിൽ പോയി നമ്മൾ ഏറ്റവും ചെന്നിട്ട് നമ്മൾ എന്താ ചോദിക്കുന്നത്, നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ കേരള ഫുഡ് കിട്ടും. ഒരു മലയാളി ഒരു പയ്യ ഉണ്ടായിരുന്നു, 5 ദിവസമായിട്ട് മഞ്ഞ് വീഴാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ മഞ്ഞ് വീണിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ലൈഫിൽ ഒരു വട്ടമെങ്കിലും അവിടെ പോകണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെൻസൺ ആലപ്പാട്ട് എന്നാണ്. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള സാൻഡപ്പൻ്റെ ചാനലിൽ പുതിയതായി തുടങ്ങുന്ന സെഗ്മെൻ്റായ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ആദ്യമേ തന്നെ ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ച സാൻഡപ്പന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. സാൻഡപ്പനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡപ്പൻ ഫസ്റ്റ് ട്രാവലിസ്റ്റ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ കൊറോണ സമയത്തൊക്കെയാണ് സാൻഡപ്പ അത് ഭയങ്കര ആക്റ്റീവായി തുടങ്ങിയത്. അപ്പോൾ ഞാൻ യാത്ര എന്ന് പറഞ്ഞ്, അതായത് സഞ്ചാരം, യാത്ര ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രാവലിസ്റ്റ് എന്ന ചാനൽ കാണുന്നത് യാത്ര ഇഷ്ടപ്പെട്ടത് തന്നെയാണ് എനിക്ക് കാണാൻ തുടക്കം കുറിക്കുന്നത്. കണ്ടപ്പോൾ എൻ്റെ ഒരു കസിൻ സാൻഡപ്പൻ്റെ യാത്രയിൽ ഞാൻ പെട്ടെന്ന് കാണുകയാണ്. അപ്പോൾ ഞാൻ സാൻഡപ്പൻ്റെ തൃശ്ശൂർകാരനാണ് സാൻഡപ്പ. അപ്പോഴാണ് ഞാൻ മനസ്സിലാകും തൃശ്ശൂർ. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ടായില്ലേ. അപ്പോൾ ഓൾറെഡി ഞാൻ കസിന് മെസ്സേജ് അയച്ചു, നിങ്ങൾ യാത്ര പോകാറുള്ളത് ഞങ്ങൾ പോകാണ്ട് പറഞ്ഞു. ഞാൻ സാൻഡപ്പനൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് സാൻഡപ്പനായിട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ അവരുടെ ഓരോ യാത്രകളും നമ്മൾ കണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക, നമുക്ക് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു യാത്രേനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഭംഗിയായിട്ട് സാൻഡപ്പൻ്റെ ചാനലിൽ സാൻഡപ്പൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക, ഒരുപാട് കുത്തുചവിട്ടുകളൊന്നും ഇല്ലാതെ ഭയങ്കര രസകരമായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാൻഡപ്പൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ, നമ്മൾ കൂടെ യാത്ര ചെയ്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് സത്യത്തിൽ. അങ്ങനെയാണ് സാൻഡപ്പനായിട്ട് ചാനൽ കണ്ടു തുടങ്ങിയത്. ഭയങ്കര സൗഹൃദങ്ങളായി. പിന്നെ ഇതേമാതിരി ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ഞാനും ഇതേമാതിരി പറയാറുണ്ട്, പല സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന യാത്ര ചില നമുക്ക് പോകാൻ പറ്റാറില്ല ചില സമയത്ത്. പക്ഷെ പരമാവധി നമ്മൾ പോകാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ സാൻഡപ്പൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാനും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നതാണ്, പറ്റാവുന്ന സമയത്തൊക്കെ ഞാൻ യാത്രകൾ പോകാറുണ്ട്. അപ്പോൾ ഇതേമാതിരി ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം, ജെൻസൺ ആലപ്പാട്ട് എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ആക്ടറാണ്. സ്ക്യൂൺ എന്ന് പറഞ്ഞ ഒരു പടത്തിലൂടെയാണ് ഞാൻ മാടപ്രാവ് എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അവിടുന്ന് അതിനുശേഷം ഒരു 10-36ഓളം സിനിമകൾ മലയാളം ചെയ്തു, ഒരു 4-5 തമിഴ് പടങ്ങൾ ചെയ്തു. ഇപ്പോഴും അഭിനയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക, ഭയങ്കര കണക്റ്റ് ആവുന്നതാണ് യാത്ര എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഓരോ യാത്രകളാണ്. ചില സമയത്ത് നമുക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറേ സ്ഥലങ്ങളിലേക്ക്, വലിയ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ദിവസങ്ങളോ ഒന്നും പോകണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ മോർണിംഗിലൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു 5 മണി നേരത്തെ അല്ലെങ്കിൽ 4 മണി നേരത്തൊക്കെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മൈൻഡ് വേറൊരു ഫീലിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് ചുമ്മാ അങ്ങനെ പോകും. അത് ചിലപ്പോൾ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഒക്കെ പോയിട്ടാവും. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് 10 മണിയായില്ലേ, അങ്ങനെ സമയം നോക്കിയിട്ട് ഇനി തിരിച്ചു പോവാം, അങ്ങനെ ഭയങ്കര ഫീൽ ചെയ്ത്. അതായത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ എൻ്റെ സ്വദേശം തൃശ്ശൂർ എന്ന് പറഞ്ഞ ഔണൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ്. നമ്മുടെ സ്ഥലങ്ങൾ തന്നെ ഓരോ സമയത്തും, അതായത് ഇപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂർ റൗണ്ട് ഉദ്ദേശിക്കാം, റൗണ്ട് പോലും ഓരോ സമയത്തും ഓരോ ഭംഗിയാണ്. ഒരു മോർണിംഗിൽ 4 മണിക്ക് ഉണ്ടാവുന്ന ഭംഗിയല്ല ഉച്ചയ്ക്ക് ഉണ്ടാവുന്നത്, അതല്ല ഉച്ച തിരിഞ്ഞിട്ടുണ്ടാവുന്നത്, വൈകിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു പീസ്ഫുൾ മൈൻഡാണ് ചില സമയങ്ങൾ. പുലർച്ചെ ഭയങ്കര രസമാണ് ട്രാവൽ ചെയ്യാൻ. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്ത് യാത്ര തുടക്കം കുറിക്കുന്നത് പുലർച്ചെയായിരിക്കും ഞാൻ പോകാൻ ആഗ്രഹിക്കുക, സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ യാത്രകളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടുകാരൊക്കെ പോകുന്ന ചെറിയ നമ്മൾ ടൂർ എന്ന് പറയുന്നത്, ടൂർ പോകാന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് എല്ലാവരും യാത്രകളുടെ തുടക്കം എന്ന് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ നാട്ടിലെ ക്ലബ്ബ് എല്ലാ കൊല്ലത്തിലും ഒരു ട്രിപ്പ് പോകും. അതുപോലെ വീട്ടുകാരായിട്ട് വളരെ കുറവായിരുന്നു വീട്ടുകാരായിട്ട് യാത്ര പോകുന്നത്. പിന്നെ നമ്മുടെ കസിന്മാരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നൊരു യാത്ര തന്നെയാണ്. എന്നെ സംബന്ധിച്ചൊരു
വണ്ടിയിൽ ഇരുന്നൊരു സൈഡിൽ ഒരു അറ്റത്തിരുന്ന് ഇങ്ങനെ യാത്ര പോകുമ്പോൾ അടിക്കുന്ന കാറ്റും ആ ഫീലൊക്കെ ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബൈക്ക് കിട്ടിയതിന് ശേഷം, എൻ്റെ ചെറുപ്പത്തിൽ ബൈക്ക് കിട്ടിയതിന് ശേഷം ഞാൻ ഒരു 9-10 വർഷത്തോളം സിനിമയിലേക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഓഡിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഓഡിഷൻ ഉണ്ടാവും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓഡിഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെന്നൈയിലുണ്ടാവും, ബാംഗ്ലൂർ ഉണ്ടാവും, എല്ലാ ഓഡിഷനും അറ്റൻഡ് ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ ഓഡിഷനുകളും പോയിരുന്നു. എൻ്റെ ഒരു ബൈക്ക് ഉണ്ട്, അതുമെയാണ് ഞാൻ എല്ലാ ഓഡിഷനും പോയിരുന്നത്. അപ്പാച്ചി RTR 180 ഒരു ബൈക്ക് ഉണ്ട്, അതുമെയാണ് എൻ്റെ യാത്ര. അപ്പൊ ഞാൻ എല്ലാവരും പറയേണ്ടത് അവന് പ്രാന്താവന് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് ബൈക്കുമൊക്കെ പോകണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യും, തലേദിവസം പോവും, ചിലപ്പോൾ ബൈക്കും പോവും. ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തുമ്പോൾ ഭയങ്കര മൈൻഡ് സെറ്റാവും. ആ യാത്രയോടുകൂടി നമ്മളവിടെ ഭംഗിയായിട്ട് ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് അതേമാതിരി തിരിച്ചു പോകും. അത് സ്റ്റാർട്ടിങ് ഞാൻ എൻ്റെ ബൈക്കുകളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സിനിമയിലെത്തി, കാറെടുത്തപ്പോൾ പിന്നെ കാറായി, പിന്നെ കൂടുതൽ സൗകര്യങ്ങൾ. അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു എന്താ പറയാ, ഒരു ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത എന്താ പറയാ ഒരു ഫോൾട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര പാടിയാണ്. എല്ലാവരും പറയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുറെ കാണുന്ന കാഴ്ചകളും നമുക്കുണ്ടാവും സന്തോഷം, അപ്പൊ തന്നെ നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. അപ്പൊ എപ്പോഴും എൻ്റെ ഒരു യാത്രയിലൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടാവും. ഇപ്പോഴായാലും അതിപ്പോ ഷൂട്ടിങ്ങിന് പോയാലും അതല്ലെങ്കിൽ ജസ്റ്റ് കാലത്ത് ഞാൻ 5 മണിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുന്നേറ്റ് ബൈക്ക് എടുത്ത് പോകാറുണ്ട്. ഞാൻ എൻ്റെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയാം, 5 മണിക്കൊക്കെ വിളിച്ചിട്ട് ഞാൻ ശല്യപ്പെടുത്തു. എടാ എവിടെ ഉള്ളത്, പുറത്തേക്ക് പോവുക, ചായ കുടിക്കാൻ പോവുക. അതാണ് ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം. കാരണം ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ ചായക്കടകൾ കാണും, നമ്മൾ തട്ടുകടകളുമാതിരി ചായക്കടകൾ ഉണ്ടാവില്ലേ, അവിടെ നിന്നിട്ട് ഹോട്ടലിന്റെ ഉള്ളിൽ കയറി ചായ കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പുറത്ത് നിന്നിട്ട് ആ ചായ കുടിച്ച് അത് ആസ്വദിക്കുക, ആ ടൈം ഭയങ്കര ഇതാണ്. ഇപ്പോഴും എന്നെ ചീത്ത പറയും എൻ്റെ കൂട്ടുകാരെ പറയും, എനിക്ക് വേറെ പണിയില്ല, കാലത്തിന്റെ വന്ന് വിളിക്കും. പക്ഷെ നമ്മളാ പോയി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും അത് ആസ്വദിച്ചു തുടങ്ങും. അപ്പൊ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5 മണിയൊന്നും കണ്ടിട്ടില്ല, നീ കാരണം 5 മണിയൊക്കെ കണ്ടു തുടങ്ങിയത്. ചെറുപ്പം തൊട്ടുള്ള ശീലമായിരുന്നു. ഞാൻ കളിക്കാൻ പോയിരുന്നതാണ്, ഫുട്ബോളൊക്കെ. അപ്പൊ കാലത്തോട്ടെ മോർണിംഗിൽ 4 മണിക്കൊക്കെ എഴുന്നേൽക്കും. അത് പണ്ടോട്ടേയുള്ള ശീലം. അപ്പൊ അതേ ഒരു ശീലമായതുകൊണ്ടാണ് 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ കളിയൊക്കെ നിർത്തിയതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് പോകാനൊന്നുമില്ല, മൊബൈൽ നോക്കുക, അങ്ങനെ അത് ഇരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതേമാതിരി ബൈക്ക് എടുത്ത് പോകാനൊരു മൈൻഡാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അൻസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവനും ഇതേമാതിരി ഭയങ്കര യാത്രേനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അവൻ പറഞ്ഞു, അവൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ലീവിന് വരും, ലീവിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോകണം. ഞാൻ പറഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്തു ഫുള്ളായിട്ട്, നമുക്ക് ഫുള്ള് കാർ എടുത്തിട്ട് ഇവിടുന്ന് പോവാന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ പ്ലാൻ ചെയ്തു, ഒരു മാസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പക്ഷെ അവസാനം ഒരു ലീവ് അധികം നാൾ ഉണ്ടായിരുന്നില്ല, ആകെ 10-20 ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ സമയം ഭയങ്കരമായിട്ട് ലീവ് കഴിയും. അപ്പൊ നമുക്ക് ഡൽഹി ചെന്നിട്ട് അവിടുന്ന് പിന്നെ കാർ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് അവിടുന്ന് കാർ എടുത്തിട്ട് പഞ്ചാബ്, അതുപോലെ തന്നെ ഷിംല, കുളു, മണാലി, എല്ലാവരും ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ, ഒരു 10-20 ദിവസത്തെ ഒരു ട്രിപ്പ്. അത് ഭയങ്കര രസകരമായിരുന്നു. എൻ്റെ ലൈഫിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഉണ്ടായിട്ടുള്ളൊരു ട്രിപ്പാണത്. നമ്മൾ യാത്ര അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ടൈം വേണം, ഏത് ടൈമിൽ പോവാന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള സമയം തന്നെയാണ് ഈ എന്താ പറയുക മഞ്ഞ് സമയം, ഡിസംബർ ജനുവരി സമയത്ത്. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഏറ്റവും തൊട്ട് മുന്നേ ഒരു കാര്യം പറയാം, ഏകദേശം എന്നെ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അവൻ്റെ പ്രാന്താണ് ഒരു സ്ഥലം എന്ന് പറയും. ഞാൻ ഊട്ടിയിലേക്ക് എത്ര തവണ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. മിനിമം ഇതിപ്പോ ജസ്റ്റ് ഈ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു 6 തവണ പോയിട്ടുണ്ട്. അത്രയും ഇതാണ് ആ ഒരു എന്താ പറയാ, ആ ക്ലൈമറ്റിൽ പോയി 2 ദിവസം നിൽക്കാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. അപ്പോൾ ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ 2 പേരും പ്ലാൻ ചെയ്ത് നമുക്ക് ജനുവരി പിടിക്കാം. ജനുവരി കറക്റ്റ് ടൈമിംഗ് ആണ്, മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഡിസംബറിൽ ഓൾറെഡി ഈ പറഞ്ഞ മാതിരി കുളു മണാലിയിൽ മഞ്ഞ് വീഴ്ച തുടങ്ങി എന്ന് പറഞ്ഞൊരു സംഗതിയായിരുന്നു. അതായത് 2024 ആ യാത്ര ഉണ്ടായത്. അപ്പോൾ ഡിസംബറിൽ മഞ്ഞ് വീണപ്പോൾ ഒക്കെ ജനുവരി സെറ്റായി എന്നൊക്കെ പറഞ്ഞു, മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവുന്ന അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞ് റെഡിക്ക് പറഞ്ഞാൽ കുളുവിലൊക്കെ റെഡിക്ക് നമ്മൾ നിന്ന ഹോട്ടലിന്റെ അവിടെ ഒക്കെ മഞ്ഞ് വന്ന് ഇത്ര ഇത് വരേണ്ട സ്ഥലമാണ്. ഹോട്ടലുകാർ പറയാ, ഈ വട്ടത്ത് മഞ്ഞ് തുടങ്ങിയിട്ടില്ല, മഞ്ഞ് പെയ്തുണ്ടായിരുന്നു ഡിസംബറിൽ, പിന്നെ മഞ്ഞ് ഉണ്ടായിട്ടില്ല. ആകെ എന്താ പറയാ, നമ്മുടെ അതുവരെയുള്ള എന്താ പറയുക ഒക്കെ പോയി, ആ ഒറ്റ ഇത് പറച്ചിലോടുകൂടി പോയി.
അവളാ എന്താ ചെയ്യടാ, നമുക്ക് മഞ്ഞ് കാണാൻ വേണ്ടി നമ്മളോട് വന്ന് മഞ്ഞും കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു മലയാളി ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യനെ ജസ്റ്റ് കണ്ടു, പരിചയപ്പെട്ട് പെട്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ ഞാനേ 5 ദിവസമായി ഇവിടെ നിൽക്കുന്നു, 5 ദിവസമായിട്ട് മഞ്ഞ് വീഴാൻ വേണ്ടി നോക്കിയോണ്ടിരിക്കുകയാണ്, ഇതുവരെ മഞ്ഞ് വീണിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞു, ചിലപ്പോ നാളൊക്കെ വീഴേക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് പിറ്റേ ദിവസമായിപ്പോ പറഞ്ഞു മുകളില് മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യം, നമ്മുടെ കറക്റ്റ് ഭാഗ്യമാണ്. നമ്മൾ അവിടെ 2 ദിവസം 3 ദിവസം പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മള് ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് പറയുന്നത് മുകളിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയി അപ്പൊ ഫുള്ള് എന്താ പറയാ ബ്ലോക്ക് കഴിഞ്ഞിട്ട് മുകളിൽ കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പറ്റില്ല, കണ്ടേ പറ്റുമോ, ഇതുവരെ വന്നിട്ട് കാണാണ്ടിരിക്കാൻ പറ്റില്ല, എന്തായാലും കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു 4 മണിക്കൂർ അവിടെ ബ്ലോക്കിൽ കിടന്നു. അവസാനം ഇവര് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. ശരി തിരിച്ചു പോകുന്നു, ഞങ്ങൾ കടത്തി വിട്ടില്ല, തിരിച്ചു പോകുന്നു. അപ്പൊ ആള് പറഞ്ഞു നാളെ കാലത്ത് നേരത്തെ പോവാൻ, നമുക്ക് നേരത്തെ പോയാൽ മാത്രമാണ് നമുക്ക് അവിടെ കടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്നു. ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ നേരത്തെ ഇറങ്ങി, നേരത്തെ എന്തായാലും കടന്നേ പറ്റൂ. ആ മഞ്ഞ് അതായത് അടിയിലൊന്നും മഞ്ഞ് വീണിട്ടില്ല, മുകളിലേക്ക് മാത്രം മഞ്ഞ് വീണിട്ടുള്ളൂ. മുകളിലേക്ക് നമ്മൾ നേരത്തെ പോയി. കറക്റ്റ് നമ്മൾ കടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു 5-8 വണ്ടി കൂടി കടത്തിവിടും. അപ്പേക്കും ബ്ലോക്ക് ചെയ്ത് അവർക്ക് എപ്പോ തോന്നുന്നു അപ്പം ബ്ലോക്ക് ചെയ്യും. അതാണ് രസം. നമ്മൾ കടന്ന് ഉള്ളിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് കുറച്ചൊരു ഏകദേശം 4-5 കിലോമീറ്റർ പോകുമ്പോഴേക്കും മഞ്ഞ് കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ മഞ്ഞ് കണ്ടു തുടങ്ങിയത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിനെസ്, എന്താ പറയുക, അത് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. വേറെ എത്ര കാശ് കൊടുന്നേരാന്ന് പറഞ്ഞാലും എവിടെ കൊണ്ടുപോകാൻ ഒന്നും നമുക്ക് ഇതാ. നമ്മളെ അത്രയും നാളെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൊമെന്റ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ആള് വണ്ടി ഒതുക്കി അപ്പം മഞ്ഞ് ഫുള്ള് സൈഡിലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് നമ്മൾ വെറുതെ അവിടെ പോയി നിന്ന് കുറച്ചു നേരം അങ്ങനെ പോയി വീണ്ടും മുകളിലേക്ക് പോകുന്നവരും നന്നായി മഞ്ഞ് വീണുണ്ട്. നന്നായി മഞ്ഞ് വീണ മഞ്ഞിലൊക്കെ പോയി കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു അത്. കാരണം നമ്മള് ആഗ്രഹിച്ച് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞ് പോയ സ്ഥലത്ത് നമ്മൾ 2 ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമാണ്. ആ വിഷമത്തിൽ നിന്ന് നമുക്ക് വീണ്ടും ആ സന്തോഷം തിരിച്ചു കിട്ടുന്ന സമയം, ആ ഒരു മൂമെന്റ് ആണ്. നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ സാധനം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അതിന് ഭയങ്കര എനർജി ആയിരുന്നു. ആ സന്തോഷത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു അത്. അതുപോലെ തന്നെ ആ സമയം അന്ന് തന്നെയാണ് ഞങ്ങൾ ഷിംല പോയപ്പോ എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല സത്യത്തില്. ഒരു 5 കിലോമീറ്റർ അങ്ങോട്ട് ഒരു നടന്നു പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ കുതിരയുടെ പുറത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. എന്റെ വെയിറ്റും കൊണ്ട് കയറുന്ന കുതിരകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതില് ഒരാൾ പറഞ്ഞു ഈ കുതിര പൊക്കോന്ന് പറഞ്ഞിട്ട് ആ കുതിര സെറ്റ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ കുതിര കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും ട്രാവൽ വിട്ടു. ഭയങ്കര കല്ലുമുട്ടൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഈ കുതിരയമ്മ നമ്മളെ കയറ്റിയിട്ട് നമ്മൾ വിചാരിച്ച ആളൊക്കെ കൂടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുതിര ഭയങ്കര ട്രെയിൻഡ് ആണ്. ഒരു 10 പേരുടെ ടീമിനെ ഓരോ കുതിരയമ്മ കയറ്റിയിട്ട് ആ കുതിരനെ അങ്ങോട്ട് വിടും. ഇവരവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, നമുക്ക് ഉറപ്പില്ല അവരെവിടെ ഉണ്ടായത്. കുതിര എങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാനിപ്പോ ഇരിക്കാൻ പറ്റാത്തവര് നമുക്ക് അറിയില്ല ഈ കുതിര ഇരിക്കണ്ടോന്ന് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ആള് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരുന്നത്. പക്ഷെ എന്റെ വെയിറ്റും കൂടി ആകുമ്പോ ഭയങ്കര എനിക്ക് എന്താ പറയാ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ കുറച്ച് പോകും തോറും നമ്മളത് ആസ്വദിച്ചു തുടങ്ങി. പിന്നെ ആസ്വദിച്ച് മുകളിലെത്തും തോറും നമുക്കത് ഓക്കെ, നമ്മൾ ഹാപ്പി ആയി. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടോ, അതും നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു സമയമാണ്. തിരിച്ചിറങ്ങുമ്പോഴും അതേമാതിരി നമുക്ക് ഭയങ്കര അതൊരു എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ. അപ്പൊ നമുക്ക് കുഴപ്പമുണ്ടായില്ല. അത് ഭയങ്കര ഇതേമാതിരി മറക്കാൻ പറ്റാത്തൊരു സമയമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിൽ പോയപ്പോ ഈ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും പ്ലസ് പോയിന്റ് ആയിരിക്കും, ഫുഡിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, ഫുഡിന് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോ യാത്ര എല്ലായിടത്തും പറയും. എനിക്ക് തോന്നുന്നു ഈ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുമ്പോഴേ എല്ലാവരും ഇപ്പൊ നമ്മൾ ഊട്ടി പോയി, തമിഴ്നാട്ടിൽ പോയി, നമ്മൾ ഏറ്റവും ചെന്നിട്ട് നമ്മൾ എന്താ ചോദിക്കാൻ പറയും, നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ കേരള ഫുഡ് കിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്കത് ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഫുഡിന്റെ കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് കഴിച്ചു നോക്കിയിട്ട് തീരെ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷെ എല്ലാവരും ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി അന്വേഷിക്കും കേരള ഫുഡ് കിട്ടുമെന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഏത് സ്ഥലത്ത് വരുന്ന അവിടുത്തെ ഫുഡാണ് ഞാൻ ആദ്യം കഴിക്കാൻ ശ്രമിക്കാറ്. ഒരുപാട് നല്ല പഞ്ചാബിൽ പോയപ്പോഴാണ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു അവിടെ.
ഓരോ സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഭയങ്കര, നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര ഫുഡ്. ഞാനും എൻ്റെ ഈ ഫ്രണ്ടും കൂടിയിട്ട് ഇതേമാതിരി തന്നെ കോഴിക്കോട് 2 ദിവസം റൂം എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ. അപ്പോൾ ഈ യാത്രേനെ ഇഷ്ടപ്പെടുന്നവർ കുറെ പേര് എനിക്ക് തോന്നുന്നു ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അത് പഞ്ചാബിലത്തെ ഫുഡ് ഭയങ്കര ഫുഡായിരുന്നു, ഭയങ്കര സ്വീറ്റാണ് കൂടുതലും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്. അപ്പോൾ സ്വീറ്റ് ഭയങ്കര സ്ഥലമാണ്, ഫുഡിൻ്റെ ഒരു സ്ഥലം. പിന്നെ ഡൽഹി പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ട്, സന്തോഷം എല്ലാ സമയത്തും സന്തോഷം ഉണ്ടെങ്കിൽ കൂടി, ഞാൻ ഒരു സ്ഥലത്ത് പോയി നിന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു എനർജി ഉണ്ട്. എനിക്ക് തോന്നി ലൈഫിൽ ഞാൻ കഴിഞ്ഞു വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ പറഞ്ഞു, ലൈഫിൽ ഒരു വട്ടമെങ്കിലും അവിടെ പോകണം, അവിടെ പോകണം. വേറെ എവിടെയല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. എന്താ പറയാ, 7 മഹാത്ഭുതങ്ങളുള്ള ഒരു സ്ഥലം താജ്മഹൽ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും അവിടെ പോകണം. കാരണം എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള താജ്മഹൽ നമ്മൾ അടുത്തെത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പീസ്ഫുൾ മൊമെന്റ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് നമുക്ക് അറിയുന്നില്ല എന്താ ഉണ്ടാവണമെന്ന് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് ഈ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര നമ്മുടെ മൈൻഡും നമ്മുടെ അതുപോലെ തന്നെ ബോഡിയൊക്കെ ഭയങ്കര റിലാക്സ് ആയി പോകുന്നൊരു മൊമെന്റ് ആയിരുന്നു ആ സമയം. എനിക്ക് അപ്പൊ തന്നെ ഫീൽ ചെയ്തു. ഞാൻ അപ്പൊ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ഒരു വട്ടമെങ്കിലും ഇത് പറയണം. നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരും ആയാലും കുറെ പേര് പോയിണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മളെ ഈ മഹാത്ഭുതങ്ങൾ ഒരെണ്ണം നമ്മുടെ ഇന്ത്യയിലെന്ന് പറയുമ്പോൾ, ആ ഇന്ത്യയിൽ ഒരു വട്ടം നമുക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതുള്ള കാര്യം. വേറെ എവിടേക്കും പോകണ്ട, അതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു വരുന്നു, അതിൻ്റെ ഉള്ളിൽ പോയി നിന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീല് അനുഭവിക്കും. എനിക്കുണ്ടായ ഫീലാണ്, ഞാൻ റിയൽ ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ ഒന്നും പറയാല്ലേ, ഭയങ്കര ഫീലായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ യാത്ര പോകുമ്പോൾ ഓരോ അനുഭവങ്ങൾ കിട്ടും നമുക്ക്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് ഡിഗ്രി, ഏത് സ്കൂളിൽ കോളേജിൽ പോയി പഠിച്ചാൽ പോലും കിട്ടാത്ത അനുഭവമാണ് യാത്ര പോകുന്ന ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ്. അത് സത്യമാണുള്ള കാര്യമാണ്. കാരണം നമ്മൾ എത്രയോ മനുഷ്യന്മാരിനെ കാണുന്നത്, നമ്മുടെ മുന്നിലൂടെ എത്രയോ കഥാപാത്രങ്ങളാണ് കടന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് കഥാപാത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു ആക്ടിങ് രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് വരുമ്പോൾ, നമ്മൾ ഈ യാത്രയിൽ നമ്മൾ ഒരുപാട് പേരിനെ കാണുന്നുണ്ടായിരിക്കും. ആ കണ്ട ആൾക്കാർ നമുക്ക് ചിലപ്പോൾ ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ മുഖമായിരിക്കും നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ആള് ചെയ്തിട്ടുള്ള നമ്മൾ മുന്നൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അത് 2 തരത്തിലാണ് അങ്ങനെ കിട്ടും. ഒന്നല്ലെങ്കിൽ നമ്മൾ യാത്രകൾ ചെയ്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ മുഖങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വായന, റീഡിങ്, അതിലൂടെ നമ്മൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല സാധനങ്ങളും. ഞാനിപ്പോൾ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം, പെപ്പയുടെ പടം ചെയ്തിരുന്നു. അപ്പൊ അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കഥാപാത്രം ഒറിജിനൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അവിടെ ആ നാട്ടിൽ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടായിരുന്നു. അപ്പൊ അത് യാത്രയിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തികളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ മുന്നേ എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു കഥാപാത്രം എല്ലാ നാട്ടുകളിലും ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. നമുക്കത് വർക്ക് ചെയ്യാൻ സുഖമായി തോന്നി. അപ്പൊ നമ്മളത് കണ്ടിട്ടുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പറ്റുന്നത്. അപ്പോൾ യാത്രയായിട്ട് എന്നെ സംബന്ധിച്ച് ആക്ടിങ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മൾ ഈ യാത്രകൾ കടന്നു പോകുമ്പോൾ കാണുന്ന മുഖങ്ങൾ മാത്രമല്ല, അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന ഓരോ ഇൻസിഡന്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട്, അതൊക്കെ നമ്മൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ സിനിമയിലും ഒരുപാട് വരുന്നത്. അപ്പൊ നമ്മൾ അത് ഒരു തിരക്കഥാകൃത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ അന്ന് കണ്ടമാതിരി തന്നെയാണല്ലോ. അപ്പൊ അവിടുത്തെ ആ സ്പേസിൽ ഉണ്ടായിരുന്ന മുഖങ്ങൾ ഓർമ്മ വന്നു, ആ സ്പേസ് ഓർമ്മ വന്നു. അപ്പൊ നമുക്ക് ആള് പറഞ്ഞു നമ്മൾ കണ്ടു, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പെട്ടെന്ന് അവിടെ നിന്നിട്ട് അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിളായി പറ്റും. അപ്പൊ അത് യാത്രയിലൂടെ തന്നെയാണ് കിട്ടുള്ളൂ. യാത്ര എന്ന് പറഞ്ഞത് ലൈഫിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വപ്ന സഞ്ചാരി എന്ന് പറയുമ്പോൾ ആ സെഗ്മെന്റ് നമുക്ക് അറിയാലോ. നമ്മുടെ സ്വപ്നങ്ങളും സഞ്ചാരങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും വീണ്ടും വീണ്ടും യാത്ര ചെയ്യുക. എനിക്കും ഉണ്ട് ഇനി ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹം. എൻ്റെ ഭാഗം തന്നെയാണ്. കാരണം എൻ്റെ സിനിമ മേഖലയും ഇതും തമ്മിൽ യാത്ര നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ്. എനിക്ക് ഒരുപാട് യാത്ര. പക്ഷെ സ്വിറ്റ്സർലാൻഡിൽ ഇത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് ആ സ്ഥലത്തിന്റെ കറക്റ്റായിട്ടൊരു ഭയങ്കര വലിയൊരു മലയുണ്ട്. അവിടുന്ന് വീഡിയോസ് കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് സൈക്കിൾ യാത്ര, ബൈ കാറ് ഒന്നും അവിടെ പോകാൻ കണ്ടിട്ടില്ല. ഞാൻ സൈക്കിളിനെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യൂ ഉണ്ടല്ലോ, അത് 3-4 സമയത്ത് കണ്ടു ഞാൻ വ്യൂ എടുത്തിട്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അത് മഞ്ഞുള്ള സമയത്ത്, അല്ലാത്ത സമയത്ത്, അങ്ങനെ ഓരോ സമയത്തും ആ വീഡിയോ ഞാൻ കാണുമ്പോൾ എന്താ പറയാ, ഭയങ്കര ഭയങ്കര രസമായിട്ട് തോന്നി. ആ സൈക്കിൾ ചവിട്ടി എനിക്ക് അത് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും അത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തായാലും പൂവടക്കി എന്തായാലും. ആ മലകളും നിങ്ങള് കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോ, റീൽസിലൊക്കെ വന്നിട്ടുള്ള വീഡിയോ ആണത്. സൈക്കിൾ ചവിട്ടി ആൾക്കാർ പോകുന്നത് അവിടേക്ക്. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയില്ല, പക്ഷെ ആ ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സ്വിറ്റ്സർലാൻഡിൽ ഞാൻ പോയിരിക്കുക എന്തായാലും അവിടേക്ക്. അപ്പോൾ ഇന്ന് ഈ പ്രോഗ്രാമില്, ഈ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് എനിക്ക് വന്നിരുന്ന് എൻ്റെ സ്വപ്നങ്ങളും ഞാൻ ചെയ്ത യാത്രകളും ഒക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് ഈ സ്പേസ് തന്ന സാൻഡപ്പൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് സാൻഡപ്പ. സാൻഡപ്പൻ ഒരുപാട് യാത്രകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേ ആ യാത്രകൾ പോകുന്ന സാൻഡപ്പൻ ഇങ്ങനെ ഒരു സെഗ്മെന്റ് തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രകളെ കുറിച്ച് പറയാൻ ഒരുപാട് ആൾക്കാർ ഇന്നും ബാക്കിയാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. പലർക്കും പല സമയങ്ങൾ കിട്ടാത്തതിൻ്റെയും പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാലും ഒരുപാട് പേര് യാത്ര പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ പോയിട്ടുള്ള യാത്രകൾ, നിങ്ങളുടെ മനസ്സുണ്ടായിട്ടുള്ള സന്തോഷങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സാൻഡപ്പ അതിനൊരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും വന്നിട്ട് ഈ സ്വപ്ന സഞ്ചാരി എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വന്നിട്ട് നിങ്ങളുടെ യാത്രാനുഭവങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രകളും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ സാൻഡപ്പൻ അതിനുള്ള സ്പേസ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കാരണം യാത്ര അത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുണ്ടാകുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരു യാത്രയുടെ മാറും പറഞ്ഞത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പലർക്കും അനുഭവം ഉണ്ടായിരിക്കും, പോയി നോക്കിയാൽ പലർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കിഴക്കേ കോട്ടയമെന്നുള്ള ഓലൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. നിങ്ങൾക്കും ഇവിടെ വരാൻ മറക്കണ്ടാട്ടാ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ച സാൻഡപ്പന് ഒരുപാട് താങ്ക്സ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുക, മറക്കരുത്. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു.